ഒരു മീൻവണ്ടി കാരണം പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പത്തനംതിട്ട കടമ്പനാട് നെല്ലിമുകൾ നിവാസികൾ. ഉണക്കമീൻ കയറ്റി വന്ന പിക്കപ്പ് വാഹനം ഒരു മാസം മുമ്പാണ് ഉടമ നെല്ലിമുകൾ ചന്തയിൽ ഉപേക്ഷിച്ച് മുങ്ങിയത്. മീൻ പുഴുവരിച്ചതോടെ പ്രദേശത്ത് വ്യാപാരികളും നാട്ടുകാരും ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഈ വണ്ടി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിനു മേലെയായി. ഉണക്കമീനാണ്, അത് പുഴുവരിച്ചു തുടങ്ങി. എന്താണ് ഈ വണ്ടി കിടക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ കാരണം ആർക്കും അറിയില്ല. വണ്ടിയുടെ ഉടമ ഈ വാഹനം ഇവിടെ ഉപേക്ഷിച്ച് മുങ്ങിയത്രേ. നല്ല ചൂടുണ്ട്, ഉച്ചസമയമാകുമ്പോൾ കിടന്ന് പൊള്ളും. പക്ഷേ കാറ്റടിക്കരുതെന്നാണ് നെല്ലിമുകളുകാർ പറയുന്നത്. കാറ്റു വന്നാൽ പിന്നെ ഈ പ്രദേശത്ത് ഇരിക്കാൻ കഴിയില്ല. പഞ്ചായത്തിൽ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ വിളിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലതാമസം വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം തന്നെ അടുത്ത് ക്രിസ്മസ് വരാൻ പോകും. ക്രിസ്മസ് വരുമ്പോൾ ഈ ചന്തയുടെ ഈ രൂപം ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ ചന്തയുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആയി, ചന്തയിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം എത്തി, ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷേ ആ സമയത്തേക്ക് ഈ വാഹനം ഇതുപോലെ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഒരു കാറ്റുകൂടി അടിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു മാസം മുൻപ് ഒരു ഉച്ച സമയത്ത് പ്രദേശവാസിയായ ഉണക്കമീൻ കച്ചവടക്കാരൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു പോയതാണ്. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. വാഹനം ഇവിടെ തന്നെ കിടക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്ക് പതിയെ കാര്യം മനസ്സിലായി. ഉടമയായ ഡ്രൈവർ മുങ്ങിയെന്ന്. ഇതിപ്പോൾ ഒരു മാസത്തിൽ മേളിലായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു മീൻ കിടക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കാണുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ മീൻ ഇരുന്ന് അവിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കൊണ്ടിരിക്കുകയാണത്. ഞങ്ങൾ ഓൾറെഡി അധികാരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇവിടുത്തെ ഹെൽത്തുകാരെ വിളിച്ചു പറഞ്ഞു, പഞ്ചായത്തെ വിളിച്ചു പറഞ്ഞു. അവരെല്ലാം തീരുമാനം എടുക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ല ഇത്രയും നേരമൊക്കെ. നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ വിളിച്ചു, ആരോഗ്യ പ്രവർത്തകരെയും. ഒരു ഫലവും ഉണ്ടായില്ല. വ്യാപാരികൾക്ക് പുറമെ പാൽ സൊസൈറ്റിക്കാരും പോസ്റ്റ് ഓഫീസുകാരും ഒക്കെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മീൻവണ്ടി ഇവിടെ നിന്ന് ഒന്ന് മാറ്റി പുഴുവരിച്ച ഉണക്കമീൻ എവിടെയെങ്കിലും വെട്ടിമൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിപുരാതനമായ ചന്തയാണ് നെല്ലിമുകൾ ചന്ത. ഇവിടെ വ്യാപാരം തുടങ്ങിയ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ. നാട്ടുകാരും ഇങ്ങോട്ട് അടുക്കുന്നില്ല. അടിയന്തരമായി ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റണം, അധികാരികൾ കനിയണം. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഏക അപേക്ഷ അതുമാത്രമാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യശല്യം കാരണം പൊറുതിമുട്ടുന്ന നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു വാൻ നിറയെ ഉണക്കമീൻ ഉപേക്ഷിച്ച് പോയിട്ട് ഒരു മാസം കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രത്യേക റിപ്പോർട്ടിൽ സൂചിപ്പിച്ച സ്ഥലത്തെ പ്രശ്നം. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. ഇത് ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഈ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് വെള്ളവും എല്ലാം മീനും ഉണക്കമീനും കൂടെ വല്ലാതായി ഭയങ്കര ദുർഗന്ധമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വ്യാപാരം ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ. സ്മെല്ലാണ്. അത് അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ അറിയാൻ വയ്യ. കാറ്റടിക്കുമ്പോൾ മാത്രമാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണെന്നുള്ളത് അറിയത്തില്ല. അപ്പം നമ്മൾ പറയും ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാറുണ്ട്. ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ആഹാരം കഴിക്കാൻ വീട്ടിൽ ആഹാരം കഴിക്കാൻ പറ്റാറില്ല. 2 ആഴ്ചയിൽ കൂടുതലായി ഇതുപോലെ ഇവിടെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷേ പുള്ളി വീട്ടിലെങ്ങും ഇല്ല, അവരുടെ ഫാമിലിയായിട്ടൊന്നും ഇല്ല, എവിടെ പോയേക്കുവാന്നാണ് പറയുന്നത്. നമ്മളവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴൊന്നും പുള്ളിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തവും വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർക്കും എവിടെ നിന്ന് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.